ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 11-ാം അധ്യായത്തിൽ ജനത്തിൻ്റെ പരാതിയും പിറുപിറുപ്പുമാണ് പറയുന്നത്. ഏകദേശം 40 വർഷത്തോളം അത്ഭുതകരമായി ദൈവം അവരെ വഴിനടത്തിയെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യഹോവയ്ക്കെതിരായ ജനം പിറുപിറുക്കുകയും മറുതരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെ പിറുപിറുത്തപ്പോൾ യഹോവയായ ദൈവം അവരോട് കോപിക്കുകയും അവരുടെ ഇടയിൽ അഗ്നി അയക്കുകയും അവരുടെ പാളയത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ദഹിച്ചു പോകുന്ന കത്തിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തുവെന്ന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ചപ്പോൾ ജനം മോശയുടെ അടുത്ത് വന്ന് നിലവിളിച്ചു. അവർക്കറിയാതെ യഹോവയുടെ കോപമാണ്. യഹോവയുടെ പ്രതിനിധിയായ ഞങ്ങളുടെ ഇടയിലുള്ളത് മോശയാണ്. അവരുടെ പരാതിയും പരിഭവവും സങ്കടവും ഒക്കെ അവർ പങ്കുവെച്ചത് മോശയോടാണ്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കോപം അവിടെ നിന്ന് നീങ്ങുകയാണ്. എന്നാൽ വീണ്ടും 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ഓരോരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഈ ജനം അന്യജാതികളെ അനുകരിച്ച് ദൈവത്തോട് പിറുപിറുക്കാനും അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്ക് പോകുവാനും ഒക്കെ സാധ്യത അവിടെ ഉണ്ടാവുകയാണ്. കാരണം മറ്റ് ജാതികളുമായി ഇടകലർന്നുള്ള ജീവിതത്തിൽ അവരുടേതായ ചില തെറ്റായ ആരാധനാ രീതികളും അവരുടെ ദൈവത്തോടുള്ള മനോഭാവങ്ങളൊക്കെ ഇവരെ സ്വാധീനിച്ചിട്ട് ദൈവം അത്ഭുതകരമായി ചങ്ങലയിൽ കടത്തി കൊണ്ടുവന്നതാണെങ്കിലും ഇതുവരെ ദൈവം ചെയ്തതായ എല്ലാ അത്ഭുത പ്രവൃത്തികളും അവർക്കറിയാം. കൂടാരത്തിന്മേൽ ദൈവത്തിൻ്റെ തേജസ് വന്ന് മൂടുന്നതും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം വഴി നടത്തുന്നതൊക്കെ അവർ അറിയുന്നുണ്ട്. എങ്കിൽ പോലും മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ അവരും ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. എന്നിട്ട് അവർ ഏറ്റവും കൂടുതൽ ഇവിടെ പിറുപിറുക്കുന്നവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് മാംസം കഴിക്കാൻ ഇവിടെ ലഭിക്കുന്നില്ല. മിസ്രൈമിൽ ഞങ്ങൾ അടിമത്തത്തിലായിരുന്നപ്പോൾ കഠിന വേല ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആവശ്യത്തിന് മാംസം, മത്തങ്ങ, അതുപോലെ തന്നെ സവോള, വെള്ളരിക്ക, ചുവന്നുള്ളി, വെള്ളുള്ളി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് ലഭിച്ചിരുന്നു. ഇവിടെയുള്ളത് മന്ന മാത്രമാണ്. മന്നയെക്കുറിച്ച് അതിൻ്റെ അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ രൂപം കൊത്താമ്പലരി പോലെയും ഗുലുഗുലു പോലെ നല്ല നിറമുള്ളതുമായിരുന്നു. അതുകൊണ്ട് അപ്പം ചുട്ടാൽ എണ്ണ ചേർത്ത ഒരപ്പം പോലെ അത് നല്ല മാർദ്ദവമുള്ളതും വളരെ രുചികരവുമായിരുന്നു. രാത്രിയിൽ മഞ്ഞ് പെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മന്നായും അത് പൊഴിയുമായിരുന്നു. അത് അവർ അവിടെ പെറുക്കിയെടുത്ത് ഇടിച്ചു പൊടിച്ച് അത് അപ്പമാക്കി അവർക്ക് ഭക്ഷിക്കാൻ നല്ല രുചിയുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ആവശ്യമായ പോഷകാംശങ്ങളൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് അത് മാത്രം കഴിച്ചാൽ മതി അവർക്ക് ആവശ്യത്തിന് പോഷകാംശത്തിന്. പക്ഷേ അവർക്ക് പ്രശ്നം വായുടെ രുചിയാണ്. ഇതിനു മുമ്പ് അനുഭവിച്ച ആ ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ രുചി അവർ ഓർത്തിട്ട് അന്ന് അടിമത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ വിസ്മരിച്ചിട്ട് ഇപ്പോൾ അവർ അതിനെക്കുറിച്ച് മാത്രം പരാതി പറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരിങ്ങനെ പരാതി പറയുകയാണ്. ഈ സമയത്ത് മോശ പോകുമ്പോൾ കൂടാരവാതിൽക്കലിരുന്ന പല ജനങ്ങളും ഇങ്ങനെ ഈ പരാതി പറയുന്നത് മോശ കേട്ടു. അപ്പോൾ മോശ ദൈവസന്നിധിയിൽ വന്ന് പരിഭവം പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നോടിങ്ങനെ ചെയ്തത് എന്തിനാണ്? ഈ ജനത്തിൻ്റെ പിറുപിറുപ്പ് എത്ര നാൾ ഞാൻ സഹിക്കേണ്ടി വരും? ഇവരുടെ പിറുപിറുപ്പും ഇവരുടെ മത്സരവും ഒക്കെ സഹിക്കുവാൻ ഞാൻ ഇവരെ പ്രസവിച്ചിട്ടുണ്ടോ? ഒരു ധാത്രി തൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ തൻ്റെ തോളിൽ വഹിക്കുന്നത് പോലെ ഞാനിവരെ വഹിക്കേണ്ടതായ കാര്യമുണ്ടോ? നീ എന്തിനാണ് എന്നോടിങ്ങനെ ചെയ്യുന്നത്? ഇതിന് നീ പരിഹാരം കാണുന്നില്ല എങ്കിൽ അതിനു പകരം നീ എന്നെ കൊന്നുകളയുന്നതാണ് നല്ലത്. പ്രിയമുള്ളവരെ, മഹാപുരോഹിതനായ മോശ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൻ്റെ പരാതിയോ പരിഭവമോ ഒന്നും ജനത്തോട് അദ്ദേഹം പറയുന്നില്ല. ജനത്തോട് അദ്ദേഹം കോപിക്കുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സകല സങ്കടങ്ങളും സകല പരാതികളും സകല ദുഃഖങ്ങളും ദൈവസന്നിധിയിലാണ് മഹാപുരോഹിതനായ മോശ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിനറിയാം, എന്നെ വിളിച്ചത് ദൈവമാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് എൻ്റെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് താൻ കണ്ടതാണ്. ദൈവത്തിന് മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മോശ തൻ്റെ പരാതിയും പരിഭവമൊക്കെ ദൈവത്തോട് പറഞ്ഞ് സ്വയം പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് നീറുന്ന അനുഭവം ഉണ്ടായി. അദ്ദേഹം ദൈവസന്നിധിയിൽ അങ്ങനെ പറഞ്ഞു.
മോശയുടെ മനസ്സ് വ്യക്തമായി അറിയാവുന്ന ദൈവം അതിന് പരിഹാരം കാണുകയാണ്. അദ്ദേഹം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ഗോത്രങ്ങളിലെ പ്രമാണിമാരിലും ശ്രേഷ്ഠന്മാരിലും 70 പേരെ നീ നാളെ കൂട്ടണം. ആ 70 പേരുടെ മേൽ അങ്ങനെ എന്നിട്ട് അത് പറഞ്ഞ പ്രകാരം ആ മോശ ആ 70 പേരെ സമാഗമന കൂടാരത്തിൻ്റെ അടുത്ത് കൂടാരത്തിനടുത്ത് അവരെ കൊണ്ടുവന്നു. നമ്മൾ വായിക്കുന്നു, ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് മോശയുടെ ആത്മാവിൽ കുറേ എടുത്ത് 70 പേർ കൂടെ ഭാഗിച്ചു കൊടുത്തു, മോശയോട് ചേർന്ന് ഭാരം വഹിക്കുവാൻ. അവരുടെ കൂട്ടായ്മ, അവരുടെ ഫെലോഷിപ്പ് അതുകൊണ്ട് മോശയ്ക്കൊരു വലിയ സഹായമാകും. അപ്പോൾ പരാതികളൊക്കെ ഇനിയും അവരോടുകൂടി അവർക്ക് പറയാൻ പറ്റും, അവർക്കും അതിന് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. അപ്രകാരം ഒരു വലിയ ക്രമീകരണം യഹോവയായ ദൈവം ഇവിടെ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ മേൽ മോശയോടുള്ള ആത്മാവിനെ കുറേ എടുത്ത് അവർക്കും പകർന്നു കൊടുത്തപ്പോൾ അവരും പ്രവചിച്ചതായി നമ്മൾ കാണുന്നു. പിന്നെ അവർ പ്രവചിച്ചില്ല എന്ന് പറഞ്ഞാൽ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി ആവശ്യിച്ചപ്പോൾ ഉണ്ടായിരുന്ന അടയാളമാണത്. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ പെന്തിക്കോസ്ത് ദിവസം അവർക്ക് അന്യഭാഷകളിൽ ഒക്കെ അവർ സംസാരിക്കുന്ന രീതി സ്ത്രീഹന്മാർക്ക് ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവിടെ അതിൻ്റെ അടയാളമായി അവരവിടെ പ്രവചിക്കുകയാണ്. അപ്പം അങ്ങനെ അവർ പ്രവചിച്ചപ്പോഴാണ് മോശയുടെ സഹോദരപുത്രനായിരുന്ന അന്ന് യോശുവ മോശയോട് ചേർന്ന് അദ്ദേഹം ഒരു കാര്യം കണ്ടു. ഇവിടെ ഈ 70 പേരിൽ 2 പേര്, 68 പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, 2 പേരെ അവർ പാളയത്തിനകത്ത് ഇരിക്കുകയായിരുന്നു. എൽദാദ് എന്നും മേദാദ് എന്നും പേരുള്ള 2 പേര്. അവരും ആ പാളയത്തിനകത്തിരുന്ന് പ്രവചിച്ചു. ഈ കൂടാരത്തിൻ്റെ അടുത്ത് നിന്ന ആളുകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവിടെ ഇല്ലാതെ മാറിയിരുന്ന 2 പേരുടെ പേരിലും ആത്മാവ് വന്നു. അവർ അവിടെ ഇരുന്നുകൊണ്ട് പ്രവചിച്ചു. അപ്പോൾ യോശുവ വന്ന് മോശയോട് പറയുന്നുണ്ട്, അവരെ നീ വിലക്കണം. അവരിവിടെ ഇല്ലായിരുന്നു, അവർ അവിടെ നിന്ന് അവർ പ്രവചിച്ചു, അത് പാടില്ല. അപ്പോൾ മോശ അവിടെ യോശുവയോട് പറയുന്നുണ്ട്, നീ എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് സകല ജനങ്ങളിലും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ദൈവത്തിൻ്റെ ഭാഗമാണ്, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവ് വരണമെന്ന്, അതാണ് യഥാർത്ഥ പുരോഹിതൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും. അഥവാ അങ്ങനെ ആയിരിക്കണം. അതാണ് മോശയെ സംബന്ധിച്ചിടത്തോളം ആ മോശയുടെ പ്രത്യേകത ഇതാണ്. അല്ലാതെ താൻ പറഞ്ഞ അതിൻ്റെ കൂടെ വരാതെ മാറി നിന്ന് നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചു എന്നും പറഞ്ഞ് മോശ ഒരിക്കലും അവരെ ശിക്ഷിക്കുവാനോ ശാസിക്കുവാനോ അവിടെ തയ്യാറാകുന്നില്ല. അവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വരട്ടെ, സകല ജഡത്തിന്മേലും ദൈവത്തിൻ്റെ ആത്മാവ് വരട്ടെ എന്ന് മോശ അവിടെ ആഗ്രഹിച്ചു. പുതിയ നിയമത്തിൽ പെന്തിക്കോസ്ത് ദിവസവും യോവേൽ പ്രവചനം അവിടെ പൂർത്തിയായി സകല ജഡത്തിന്മേലും ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യിക്കുമെന്നുള്ളതായ വലിയ പ്രവചനം അവിടെ നിവൃത്തിയായ അപ്പോസ്തല പ്രവൃത്തികളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജനം മാംസത്തിന് വേണ്ടിയാണ് അവർ ഇവിടെ ഉണ്ടല്ലോ പിറുപിറുത്തതെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുകയാണ്. ദൈവം കടലിൽ നിന്നൊരു കാറ്റയച്ചു. നേരം വെളുത്തപ്പോഴേക്കും സമാഗമന കൂടാരത്തിന് ചുറ്റും, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന ആ പാളയത്തിന് ചുറ്റും, കൂടാരത്തിന് ചുറ്റും ഇഷ്ടം പോലെ കാടപ്പക്ഷികൾ. അവിടെ വായിക്കുന്ന ഏകദേശം 2 മുഴം ആ ഖനത്തിൽ ആ കാടപ്പക്ഷികൾ വന്ന് വീണ് കിടക്കുകയാണ്. ഇസ്രായേൽ ജനം അതിനെ പെറുക്കി ആവശ്യത്തിന് ഭക്ഷിച്ചു. അത്രമാത്രം ഭക്ഷിച്ച് ബാക്കി വന്നതൊക്കെയും അവരതിനെ ഉണക്കിയെടുക്കുകയാണ്. ഏറ്റവും കുറവ് പെറുക്കിയവന് 10 ഹോമർ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 പറ ലഭിക്കത്തക്കവണ്ണം അത്രമാത്രം സമൃദ്ധിയായി ദൈവം അവർക്ക് അവിടെ നൽകുകയാണ്. അപ്പം ആ ഇതായത് മനുഷ്യൻ്റെ പിറുപിറുപ്പ് അത് മാത്രമാണ് ദൈവത്തിന് അസഹ്യമായിട്ടുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ അതിന് തക്കവണ്ണം അനവരതമായി കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെ ദൈവത്തോട് പിറുപിറുത്തതിൻ്റെ പാപഫലമായി ദൈവം അവിടെ ഒരു മഹാമാരി അയക്കുകയും കുറേ ആളുകൾ അവിടെ മരിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ സംസ്കരിച്ച ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്നവർ പേരിടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പും മോശയുടെ ആ പരാതിയും പരിഭവവും ആ മഹാപുരോഹിതനായ മോശയോട് ദൈവം കാണിക്കുന്ന കാരുണ്യവും അവൻ തന്നെ ഭാരം വഹിക്കാതെ അവനോട് ചേർന്ന് ഭാരം വഹിക്കുവാൻ ഒരു 70 പേരെ കൂടി ദൈവം അവിടെ ചുമതലപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ്
70 പേരെ അങ്ങനെ അയക്കുന്നതായി, അറിയിപ്പുകാരായി അയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ചെയ്തതിൻ്റെയൊക്കെ നിഴലായി പഴയ നിയമത്തിലെ ഈ സംഭവങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം മാത്രം ദൈവം നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല, ദൈവസന്നിധിയിലുള്ളതായ നമ്മുടെ പിറുപിറുപ്പ്. ജീവിത പ്രതിസന്ധികളിലൊക്കെ എത്രയോ അത്ഭുതകരമായ വിടുതലും അത്ഭുതകരമായ വഴികളിലൂടെ ദൈവം നമ്മെ വഴി നടത്തിയിട്ടുണ്ട്. അതൊക്കെ സ്മരിച്ച് ദൈവഹിതത്തിന് വിധേയമായി നമുക്ക് ഈ ഭൂമിയിലൂടെ സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര ചെയ്യാൻ ഇടയായിത്തീരണം. ദൈവത്തിലുള്ള അവിശ്വസ്തതയോ അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായ പിറുപിറുപ്പോ ദൈവം ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവഹിതത്തിന് വിധേയമായി ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരും ഇന്ന് ഈ 11-ാം അധ്യായം വായിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം.